ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ആരാധനയുടെ കേന്ദ്രവുമായി നിൽക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കേൾക്കുവാനിടയാകുന്നു എന്നത് ഏറെ സന്തോഷമുള്ള കാര്യം. കാരണം കേൾക്കേണ്ടത് അതാണ്. പരിശുദ്ധ കുർബാന എല്ലാ ഈശ്വര അന്വേഷണത്തിൻ്റെയും അവസാനത്തെ വാക്ക് ദിവ്യകാരുണ്യമാണ്. ഒരു 100 കണക്കിന് സ്റ്റേജുകളിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഈശ്വര അന്വേഷണത്തിൻ്റെയും അവസാനത്തെ വാക്ക് ദിവ്യകാരുണ്യമാണ്. അതിനപ്പുറത്തേക്ക് പോകാനില്ല. പരിശുദ്ധ കുർബാനയുമായൊരു ആഴമായ ബന്ധവും ആഴമായ സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതുമില്ല. ഞാനിത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ പലരും വല്ലാതെ തളർന്നു പോകുന്നത് കാണാറുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയല്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്നതും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഏറ്റവും വലിയ പ്രതിസന്ധി ഒരാൾക്ക് സംഭവിക്കാൻ ഉള്ളത് അല്ലെങ്കിൽ സംഭവിക്കാവുന്നത് വിശ്വാസ പ്രതിസന്ധിയാണ്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയോ മറ്റേതെങ്കിലുമൊക്കെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. നമുക്ക് ആശ്രയിക്കാൻ എപ്പോഴും ഒരു ദൈവമുണ്ട്. ആ ദൈവം അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ട്. അത്തരം ചില ബോധ്യങ്ങളാണ് ജീവിതത്തിൻ്റെ സങ്കടം കടലിനെ അതിജീവിക്കുവാൻ നമുക്ക് ബലം നൽകുന്നത്. അതാണ് നമ്മുടെ ബലം. അതുമാത്രമാണ് നമ്മുടെ ബലം. വിശ്വസിച്ചവരെല്ലാം നമ്മളെ വിട്ടുപോകുമ്പോഴും വിട്ടുപോകാത്തൊരു ദൈവം നമുക്കുണ്ട്. സജീവനായ ദൈവം, ജീവിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം. ആ ഒരു ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഒരു ക്രൈസ്തവനെ ജീവിതത്തിൽ തളരാതെ എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ എല്ലാ ഈശ്വര അന്വേഷണത്തിൻ്റെയും അവസാനത്തെ വാക്കായ ദിവ്യകാരുണ്യത്തിലേക്ക് ഒരാൾക്ക് എന്തുമാത്രം അടുക്കാൻ കഴിയുമോ, ദിവ്യകാരുണ്യത്തെ എന്തുമാത്രം, പരിശുദ്ധ കുർബാന എന്തുമാത്രം വിശ്വസിക്കാൻ കഴിയുമോ, പരിശുദ്ധ കുർബാനയെ എന്തുമാത്രം സ്നേഹിക്കാൻ കഴിയുമോ, പരിശുദ്ധ കുർബാനയിൽ എന്തുമാത്രം സജീവമായി ആരാധനകൾ അർപ്പിക്കാൻ കഴിയുമോ, അതാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിധി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് നാളുകളിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സിസ്റ്റർ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും അതതിൻ്റെ പ്രായോഗിക തലമാണ്. കുർബാനയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളെയും അതിൻ്റെ പ്രാർത്ഥനകളെയും ഒക്കെ അവതരിപ്പിക്കുന്ന മനോഹരമായ ചിന്തകൾ, അത് തീർച്ചയായും നമുക്ക് ബലം നൽകുന്നതാണ്. എന്നാൽ അതിൻ്റെ ദൈവശാസ്ത്രപരമായ വശങ്ങളും അതിൻ്റെ ബൈബിൾ പശ്ചാത്തലങ്ങളുമൊക്കെ മനസ്സിലാക്കുവാനാണ് ഇനിയുടെ നാളുകളിൽ ഞാൻ പരിശ്രമിക്കുക. പരിശുദ്ധ ബൈബിളിലൂടെ കടന്നു വരുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ അധ്യായം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. അതിനകത്ത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് എല്ലാം ഉണ്ട് എന്ന് മനസ്സിലാവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ആഴങ്ങളിൽ മനസ്സിലാക്കുവാനും ദിവ്യകാരുണ്യ പ്രബോധനം വളരെ വ്യക്തമായി ഉൾക്കൊള്ളുവാനും സഹായിക്കുന്ന 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുക. ആ 2 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഒന്ന്, അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതമാണ്. അതിനുശേഷമുള്ളത് രണ്ടാമത്തേത് കടലിന് മീതെ നടക്കുന്ന അത്ഭുതമാണ്. ഞാൻ ഓർത്തിട്ടുണ്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ അധ്യായത്തിൽ എന്തുകൊണ്ടാണ് ഈ 2 അത്ഭുതങ്ങൾ മാത്രം ചേർത്ത് വെച്ചത്? യോഹന്നാൻ ഒരു വാക്യം എഴുതിയാൽ, ഒരു വാക്കെഴുതിയാൽ അതിനകത്ത് 1000 അർത്ഥങ്ങളുണ്ട്. അത് കണ്ടെത്താനാവാത്ത വിധം അത്ര അഗാധമായ അർത്ഥങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കുകയാണ് യോഹന്നാൻ്റെ ജീവിതശൈലി, രചനാശൈലി.
അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് ദിവ്യകാരുണ്യ അധ്യായത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്നിടത്ത് ഈ ഒരു അത്ഭുതത്തെ എന്തുകൊണ്ട് യോഹന്നാൻ ആദ്യമേ എഴുതി ചേർത്തു? ഒന്നാമത്തത് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം. നമുക്ക് അറിയാം, ആത്മീയ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് വചനാധിഷ്ഠിത ജീവിതത്തിൽ നിന്ന് കൗദാശിക ജീവിതത്തിലേക്ക് വളരണം. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? അത് എമ്മാവൂസ് അനുഭവത്തിലാണ്. നിരാശപ്പെട്ട് എമ്മാവൂസിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരുടെ കൂടെ നടന്ന തമ്പുരാൻ അവരോട് വചനം പങ്കുവെച്ചു. ആ സമയത്ത് അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചു. അവർക്ക് അപരിചിതനായി തോന്നിയവൻ സുഹൃത്തായി മാറി. ഒരു യാത്രക്കിടയിൽ നേരം സന്ധ്യയാകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അവൻ കടന്നു പോകുന്നത് പോലെ ഭാവിച്ചു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ. എന്നാൽ അവർ അവനെ നിർബന്ധിച്ചപ്പോൾ അവൻ കൂടെ താമസിക്കാൻ തയ്യാറായി. അതൊരു രണ്ടാം ഘട്ടത്തിലേക്കുള്ള പ്രയാണമാണ്. വചനത്തിലൂടെ കടന്നു വന്ന് പരിശുദ്ധ കുർബാനയിലേക്കുള്ള വളർച്ച. അത് ആത്മീയ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഒരു കടന്നുപോകലാണ് എന്നാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അവിടെ അപ്പം മുറിച്ചപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത്. കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ അവരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷനായി എന്നാണ്. അവൻ അപ്രത്യക്ഷനായി. അവൻ എങ്ങോട്ടാണ് അപ്രത്യക്ഷനായത്? മുറിക്കപ്പെട്ട അപ്പത്തിൻ്റെ ഉള്ളിലേക്കാണ് അവൻ അപ്രത്യക്ഷനായത്. അപ്പൊ എവിടെയെല്ലാം അപ്പം മുറിക്കുന്നുവോ അവിടെ അവൻ്റെ സാന്നിധ്യമുണ്ട്, അവൻ അതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇതാണ് നമ്മുടെ വിശ്വാസം. മുറിക്കപ്പെട്ട അപ്പത്തിനുള്ളിൽ അവനുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ബലിയാണ്, വിരുന്നാണ്, സാന്നിധ്യമാണ്. പലപ്പോഴും പലരും ഈ സാന്നിധ്യവശത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യം, വിളക്കന്നൂരായാലും ഈ സാന്നിധ്യത്തെക്കുറിച്ചാണ്. ബലി സത്യമായതുകൊണ്ടാണ് വിരുന്ന് സത്യമാകുന്നത്. വിരുന്ന് സത്യമായതുകൊണ്ടാണ് സാന്നിധ്യം സത്യമാകുന്നത്. ഇതാണ് സത്യം. ഇതാണ് പരമമായ സത്യം. അപ്പം അതുകൊണ്ട് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർപെടുത്തി കാണാനാവില്ല. ബലി, വിരുന്ന്, സാന്നിധ്യം. അപ്പം അതേക്കുറിച്ചൊക്കെ ആഴങ്ങളിൽ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യമായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അത്ഭുതത്തിൻ്റെ പശ്ചാത്തലമൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ അത്ഭുതത്തിലൂടെ ഈശോ എന്താണ് നമ്മോട് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട കാര്യം? അത് വേറൊന്നുമല്ല, ഈശോ വാഴ്ത്തിയാൽ ഒരപ്പത്തിന് മാറ്റം വരും. തമ്പുരാൻ വാഴ്ത്തിയാൽ അതിന് മാറ്റം വരും. ഇത് പാവപ്പെട്ട മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരടയാളത്തിലൂടെ അവനത് അവതരിപ്പിച്ചു. ഈശോ വാഴ്ത്തിയാൽ അപ്പത്തിന് മാറ്റം വരും. അപ്പൊ പരിശുദ്ധ കുർബാനയിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ അത് വാഴ്ത്തിയതാണ് എന്നതുകൊണ്ടാണ്. അവൻ കയ്യിലെടുത്തതാണത്. ഈശോ അപ്പം കയ്യിലെടുത്തത് വാഴ്ത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് വാഴ്ത്തിയ അപ്പമാണ്. വാഴ്ത്തിയ അപ്പം രൂപാന്തരപ്പെടുന്ന അപ്പമാണ്. അത് സാധാരണ അപ്പമല്ല. പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാവേണ്ടത് ഇത് സാധാരണ അപ്പമല്ല എന്നാണ്. ഇതൊരു സാധാരണ അപ്പമല്ല. പിന്നെ എന്താണത്? അത് ആഴങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇത് പരിശുദ്ധ കുർബാന ഈശോയുടെ ശരീരം തന്നെയാണ്, ഈശോയുടെ ഉദ്ധിതമായ ശരീരം. അതുകൊണ്ട് അത് ബലിയാണ്, വിരുന്നാണ്, സാന്നിധ്യമാണ്. തമ്പുരാൻ വാഴ്ത്തിയാൽ അപ്പത്തിന് മാറ്റം വരും എന്നതാണ് ഇതിലൂടെ അവിടുന്ന് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. രണ്ടാമത്തെ അത്ഭുതമായി യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകുന്ന ക്രിസ്തുവിനെ അപ്പസ്തോലന്മാർ കാണുകയാണ്. അകലെ നിന്ന് നോക്കുമ്പോൾ ഭൂതമെന്ന് തോന്നി, പക്ഷേ അടുത്തു വരുമ്പോൾ അവൻ തൻ്റെ ഗുരുവാണെന്ന് മനസ്സിലായി. കണ്ണുകൾ തുറക്കപ്പെടുന്നത് അടുത്തു വരുമ്പോഴാണ്. അകലെ നിൽക്കുമ്പോൾ ഭൂതമെന്ന് തോന്നുന്നത് പോലും അടുത്തു വരുമ്പോൾ സഹോദരനാണെന്നും തൻ്റെ ഗുരുവാണെന്നും മനസ്സിലാകുവാൻ തക്കവിധമുള്ള ഒരു കണ്ണ് തുറക്കൽ ഉണ്ടാവണം. അത് ആത്മീയ ജീവിതത്തിലെ മർമ്മപ്രധാനമായ കാര്യമാണ്. കണ്ണുകൾ തുറക്കപ്പെടുമ്പോഴാണ് ഇത് ക്രിസ്തുവാണ് എന്ന് മനസ്സിലാവുക.
വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ നിയമത്തിന് അതീതനാകാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് കഴിയുമെന്ന് പഠിപ്പിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ നിയമം വെള്ളത്തിന് മുകളിലൂടെ നടന്നാൽ അത് താണുപോകും, സ്വാഭാവികമാണ്. പക്ഷേ പ്രപഞ്ചത്തിന്റെ ഉടയവനും പ്രപഞ്ചത്തിന് നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തവനും ഈ നിയമത്തിന് അതീതനാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിന് മാത്രം സാധ്യമായ കാര്യമാണ്. ഒരു അപ്പത്തിലേക്ക് ഒരുങ്ങിക്കൂടാൻ തമ്പുരാന് മാത്രമേ കഴിയൂ. രൂപമാറ്റങ്ങൾ വരുത്താതെ തന്നെ അതിൻ്റെ സത്തയെ മാറ്റിമറിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും. അതുകൊണ്ട് ഈ രണ്ട് ചിന്തയുടെ രണ്ട് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഒന്ന് വാഴ്ത്തിയാൽ അതിന് മാറ്റം വരും, തൻ്റെ ശരീരം പ്രകൃതിയുടെ നിയമത്തിൻ്റെ അതീതമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി രണ്ട് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യോഹന്നാൻ കഫർനാവിലെ സിനഗോഗിൽ വെച്ച് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങൾ നൽകുന്നത്. ഈ പഠനങ്ങൾ വളരെ വ്യത്യസ്തമായ ചില പ്രതികരണങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നേരം അപ്പം തന്നവൻ അവനെ പിടിച്ച് രാജാവാക്കാൻ വേണ്ടി അവർ തയ്യാറായി എന്ന് ഈ യോഹന്നാൻ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിലുണ്ട്. ഒരു നേരം അപ്പം കൊടുത്തതേ ഉള്ളൂ, അപ്പോൾ അവനെ പിടിച്ച് രാജാവാക്കാം. അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ നിലപാടെടുത്തത്? നിലപാടെടുക്കാനുള്ള കാരണം അവൻ്റെ കൂടെ നടന്നാൽ ഇഷ്ടംപോലെ വയറ് നിറയെ തിന്നാൻ വരും. പിന്നെയും 12 കൊട്ട നിറഞ്ഞു. 12 കൊട്ട എന്താ ഇത്ര പ്രത്യേകത? 12 കൊട്ടയ്ക്കും പ്രത്യേകതയുണ്ട്. ചുമക്കാൻ 12 ശിഷ്യന്മാരാണ്. അപ്പോൾ പിന്നെ ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ അവന് കൊണ്ടുപോകാൻ കൊട്ടയുമില്ല അപ്പവുമില്ല. ഈ അപ്പം വർദ്ധിപ്പിച്ചവൻ അപ്പമായി മാറുന്നവന് വേറെ അപ്പം വേണ്ട. അപ്പമായി മാറുന്നവന് കൊട്ടയും വേണ്ട, അപ്പവും വേണ്ട. വേണ്ടത് അപ്പം തരും, അപ്പം കിട്ടും. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ അത്ഭുതകരമായ സംഭവത്തിന് ദൃക്സാക്ഷികളായവർ അവനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചു. എന്നാൽ ക്രിസ്തുവിൻ്റെ മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോവുകയാണ്. അവരുടെ ഇടയിലൂടെ മലമുകളിലേക്ക് അവൻ പിൻവാങ്ങി എന്നൊക്കെ പറയുന്ന ഭാഗം. ഒരു നേരം അപ്പം തരാമെന്ന് പറഞ്ഞപ്പോൾ അവരെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നവരോടാണ് പറഞ്ഞത്, നിത്യജീവന്റെ അപ്പം ഞാൻ തരാം. നിത്യജീവന്റെ അപ്പം ഞാൻ തരാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവരൊരിക്കലും വിട്ടുപോകരുത്. അവർ കൂടെ നടക്കണം. അവനെ പിടിച്ച് രാജാവാക്കാൻ വീണ്ടും ശ്രമിക്കണം. കാരണം പിന്നെ കണ്ടുമുട്ടിയല്ലോ, അപ്പോൾ പിന്നെയും ശ്രമിക്കണം. അപ്പോൾ അവൻ്റെ കൂടെ നടക്കുന്നത് ഭൗതികമായി നോക്കിയാൽ ലാഭമാണ് എന്ന് മനസ്സിലാക്കി അവനെ പിടിച്ച് രാജാവാക്കാൻ നോക്കിയവരോട് ഞാൻ നിങ്ങൾക്ക് നിത്യജീവന്റെ അപ്പം തരാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവർ അവനെ വിട്ടുപോയി. ഇത് സാധാരണ അപ്പമായിരുന്നെങ്കിൽ അവർ വിട്ടുപോകേണ്ടിയിരുന്നില്ല. ഇത് സാധാരണ അപ്പമല്ല. അവൻ തന്ന അപ്പവും തരാമെന്ന് പറയുന്ന അപ്പവും രണ്ടാണ് എന്നവർക്ക് മനസ്സിലായി. തന്ന അപ്പം അല്ല ഇപ്പോൾ അവൻ പറയുന്നത്. ഈ അപ്പം, ഞാൻ തരുന്ന അപ്പം നിങ്ങൾക്ക് നിത്യമായ ജീവൻ നൽകുന്ന അപ്പമാണ്, അതെൻ്റെ ശരീരമാണ് എന്നൊക്കെ പറയുമ്പോൾ അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇതുവരെ കണ്ട അപ്പമോ കിട്ടിയ അപ്പമോ അല്ല ഇത്. മാത്രമല്ല അവരുടെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇവൻ തരുന്ന അപ്പം ഭക്ഷിച്ചാൽ അവന്റെ നിയമങ്ങൾ, യഹൂദന്റെ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ച് അവൻ ആ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനായി പോകും. കാരണം മനുഷ്യന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. അത് ലേവ്യരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും രക്തം ഭക്ഷിച്ചാൽ അവൻ ആ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനായും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കില്ല, അവന് ഞാൻ പുറംതിരിഞ്ഞു നിൽക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്രിസ്തു പറയുന്നത് എന്താണ്? എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തരുന്ന ശരീരം, ഭക്ഷണ അപ്പം എൻ്റെ ശരീരമാണ്. ഇതവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം ഒരാൾ എടുക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വെച്ചാണ്.
ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം ഒരാൾ എടുക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വെച്ചാണ്. ഒന്നുകിൽ കൂടെ നിൽക്കാൻ തീരുമാനിക്കണം, അല്ലെങ്കിൽ വിട്ടുപോകാൻ തീരുമാനിക്കണം. കൂടെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവൻ പറയുന്നത് പോലെ ജീവിക്കണം. അവൻ പറയുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം, എൻ്റെ വാക്ക് വിശ്വസിക്കണം. അങ്ങനെ വാക്ക് കേൾക്കുകയും വാക്ക് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ശരീരം, ഈ അപ്പം അവൻ്റെ ശരീരമാണ് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ അത് സ്വീകരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾക്ക് നിത്യജീവൻ ഉണ്ടാവുക. കൂടെ നിൽക്കുന്നവന് നിത്യമായ ജീവൻ ഉണ്ടാകും. കൂടെ നിൽക്കാതെ വിട്ടുപോയാൽ അവന് നഷ്ടമാകുന്നത് ഈ നിത്യജീവനാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇത് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാത്തവന് നിത്യജീവനില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം ഒരാൾ എടുക്കേണ്ടത് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വെച്ചാണ്. പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ വെച്ചെടുക്കുന്ന തീരുമാനം നിന്റെ നിത്യതയെ ബാധിക്കുന്ന തീരുമാനമാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ പല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അതൊന്നും നമ്മുടെ നിത്യതയെ ബാധിക്കുന്നതല്ല. പക്ഷെ ഇത് നിത്യതയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെൻ്റെ നിത്യതയെ ബാധിക്കുന്ന തീരുമാനമാണ്. അവൻ്റെ കൂടെ നിൽക്കണമോ വേണ്ടയോ എന്ന തീരുമാനമെങ്കിൽ അത് ആ തീരുമാനം എടുക്കുന്നതിന് മുൻപ് അത് എന്താണ് എന്ന് അറിയണം. അതാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാനുള്ള കാരണം ഇതാണ്. ഒരുപക്ഷെ കഠിനമെന്ന് തോന്നുന്ന കാര്യം തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ ഇത്രയും ലളിതമായ ഒരു വിഷയമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തമ്പുരാൻ വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ ദിവ്യകാരുണ്യം പോലെ കഠിനമായ ഒരു വിഷയം ഇല്ല. തമ്പുരാൻ വെളിപ്പെടുത്തി തന്നാൽ ഇത്രയും ലളിതമായ വേറൊരു വിഷയമില്ല. എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ മുൻപിൽ ഈളവനത് പറഞ്ഞിട്ടുണ്ട്. തമ്പുരാൻ വെളിപ്പെടുത്തി തന്നാൽ ദിവ്യകാരുണ്യം ഇത്രയും ലളിതമായ വിഷയം. സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കിയാലേ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാകുകയുള്ളൂ. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളെ ബുദ്ധിയുടെ കണ്ണുകൊണ്ടല്ല, ശാസ്ത്രത്തിൻ്റെ കണ്ണുകൊണ്ടല്ല, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ തുടങ്ങണം. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കൂദാശയെ സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ടും വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ടും കാണാൻ തുടങ്ങുമ്പോൾ ഇത് ലളിതമാണ് എന്ന് മനസ്സിലാവും. പരിശുദ്ധ കുർബാന പോലെ ലളിതമായ മറ്റൊരു യാഥാർത്ഥ്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവൻ്റെ മുൻപിൽ ജീവിതത്തെ അവൻ്റെ കാൽച്ചുവട്ടിൽ എറിഞ്ഞു കൊടുക്കുകയല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് എല്ലാ ഈശ്വര അന്വേഷണത്തിൻ്റെയും അവസാനത്തെ വാക്ക് ദിവ്യകാരുണ്യമാണ് എന്ന് പറയുന്നത്. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തെ ആഴങ്ങളിൽ മനസ്സിലാക്കാൻ, ആഴമായി ഈശോയെ വിശ്വസിക്കാൻ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി വന്നാലും എനിക്ക് രക്ഷപ്പെടാനുള്ള ഏക പിടിവള്ളി എൻ്റെ തമ്പുരാനാണെന്നും എൻ്റെ തമ്പുരാൻ മാത്രമാണെന്നും വിശ്വസിക്കാനുള്ള കൃപ ജീവിതത്തിൽ കിട്ടിയാൽ പിന്നെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും കൃപയും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. അതാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് കുർബാനയുടെ പ്രേക്ഷിതരായി മാറാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കാണാൻ പറ്റും. ആത്മീയതയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ കാണുന്നതെല്ലാം അത്ഭുതങ്ങളാണ് എന്ന് മനസ്സിലാവും. കാണുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. ഒരു ദിവസം ഞാൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത്ഭുതമാണ്. അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത്ഭുതമാണ് എന്ന് മനസ്സിലാകാൻ തക്ക വിധം ആത്മീയതയുടെ കണ്ണുകൾക്ക് വെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലി നമുക്ക് തുടരാം.